പ്രായം തളർത്താത്ത ആത്മവീര്യവുമായി ഇസ്മയിൽ ജാതിമത ചിന്തകളെ കൊട്ടിയകറ്റി. എളനാട് പുലിപ്പുറം തൃക്കണായ അയ്യപ്പ ക്ഷേത്രത്തിലാണ് മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമായിക്കൊണ്ട് ചെണ്ടവാദ്യത്തിലെ അരങ്ങേറ്റം നടന്നത്. മേളവിദ്വാൻ എളനാട് ഗോപകുമാരന്റെ ശിക്ഷണത്തിലാണ് ഇസ്മയിൽ ചെണ്ടവാദ്യം പഠിച്ചത്. 60 വയസ്സ് കഴിഞ്ഞ ഇസ്മയിലിന്റെ ചെണ്ടവാദനത്തിന്റെ മികവ് കാണുവാൻ നൂറുകണക്കിന് ആളുകളാണ് എളനാട് പുലിപ്പുറം അയ്യപ്പക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ചെറുപ്രായം മുതൽ തന്നെ ക്ഷേത്രകലകളോടും വാദ്യകലകളോടും ഇസ്മായിലിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ജീവിത സാഹചര്യം അതിന് വഴിവെച്ചില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈയൊരു മേഖലയിലേക്ക് ഇസ്മയിലിനെ കൈപിടിച്ച് ഉയർത്തിയത്. പുലിപ്പുറം ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇസ്മയിലിനെയും ഗുരുവായ എളനാട് ഗോപകുമാരനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു.